ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി. ഇത് കാലാകാലങ്ങളുമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറക്കൽ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മാടായിക്കാവ് തിരുവർക്കെട്ട് കാവിൻ്റെ കീഴിലുള്ള ഭൂമിയാണ്. ആ ഭൂമിയിൽ ജൈവ വൈവിധ്യ ബയോഡൈവേഴ്സിറ്റി ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ വൈവിധ്യത്തിൻ്റെ വളരെയേറെ സവിശേഷമായ ഒരുപാട് സസ്തനികളും അതുപോലെ തന്നെ ജന്തുക്കളും ഒരുപാട് സസ്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പ്രകൃതി രമണീയത അത് ഒരിക്കലും തന്നെ കോട്ടം വരുത്താൻ പാടില്ല എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടിവരയിട്ട് പറയും. തിരുവോണവും നമ്മൾ അടിവരയിട്ട് പറയുന്നത് തിരുവോണവും ഓണവും നബിദിനവും ഒന്നിച്ചു വന്ന ഒരു ദിവസമായിരുന്നു, ഒരു ആഘോഷ ദിവസമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മളെപ്പോലുള്ളവർ അന്ന് സാധാരണ ആഘോഷ ദിവസങ്ങളിൽ മാടായിപ്പാറയിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്താറുണ്ട്. അപ്പോൾ അതുപോലെ എത്തി അന്ന് ഓണവും തിരുവോണവും ഒന്നിച്ചതുകൊണ്ട് ചിലപ്പോൾ നബിദിനത്തിൻ്റെ എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും, പരിപാടി ആയിരിക്കും എന്നാണ് ഞങ്ങളെ പോലെയുള്ള ഞാനും അതുപോലെ തന്നെ ഈ മുൻ BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ ഭാസ്കരനാണ് വീഡിയോ പിടിച്ചത്. അപ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ളവർ നമ്മൾ മനസ്സിലാക്കിയതാണ്. പിന്നെയാണ് ആന്റി ഇന്ത്യൻ സ്ലോഗൻ, ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള മുദ്രാവാക്യം, ഇന്ത്യയുടെ നയതന്ത്രപരമായി ഭാരതവുമായി സഖ്യവുമുള്ള സഖ്യരാഷ്ട്രമായ ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാക്യം, ഒരു ഇസ്രായേലിന്റെ പതാക കത്തിക്കുക, ഫലസ്തീന്റെ പതാക എടുത്ത് ഈ ഓണനാളിൽ നമ്മുടെ ക്ഷേത്ര വിശ്വാസികളും അതുപോലെ ഓണം ആഘോഷിക്കാനെത്തിയ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇവർ മാർച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് തികച്ചും അത് പ്രതിഷേധാർഹം മാത്രമല്ല, ഇത് നമ്മുടെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടന കരുതി കൂട്ടിയെടുത്ത തീരുമാനം. ഇത് ഇപ്പൊ പോലീസിന്റെ നിയമ സംവിധാനത്തിന് സംബന്ധിച്ച് ചോദിച്ച് നമുക്ക് പറയാനുള്ളത് തീർത്തും അപലപനീയമാണ്. കാരണം എന്താ, അവര് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായി ഇങ്ങനെയുള്ള മതസ്പർദ്ധ ഉണർത്തുന്ന കേസുകളിന് 196(1) ഇട്ടിട്ട് കേസ് എടുക്കണം, ജാമ്യമില്ലാത്ത വകുപ്പ് ചേർക്കണം. ഇതൊരു കലാപം സൃഷ്ടിക്കാനുള്ള ഒരു സംവിധാനമല്ലേ? അതിനാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുത്തത്, അതിനെയാണ് ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നത്.